ഹലോ മക്കളെ, ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇവിടെ അഞ്ച് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. വായിക്കാം, എഴുതാം, രചനാശേഖരം, നിയമാവലി തയ്യാറാക്കാം, ഡയറി കുറിപ്പ്, വിവരണം, പോസ്റ്റർ, ആശയപടം, അങ്ങനെ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. വായിക്കാം, എഴുതാം. തണുത്ത കാറ്റ് വന്ന് വിളിച്ചാണ് ആനി ഉണർന്നത്. വണ്ടി വനത്തിനുള്ളിൽ കടന്നിരിക്കുന്നു. എവിടെ നോക്കിയാലും പച്ചപ്പ് തന്നെ. പച്ചപ്പിനിടയിൽ ആനക്കൂട്ടം പോലെ കറുത്ത തടിയൻ പാറകൾ. അങ്ങകലെ ആനക്കൊമ്പ് പോലെ വെളുത്തൊരു വെള്ളച്ചാട്ടം. കിളികളുടെ ശബ്ദവും വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പലും കൂടിയായപ്പോൾ വനത്തിൽ പാട്ടുകച്ചേരി തന്നെ. കാറ്റിനൊപ്പം നൃത്തം ചെയ്യുന്ന മരങ്ങൾക്കിടയിലൂടെ ഓടിക്കളിക്കുന്ന സൂര്യരശ്മികൾ. സൂര്യന് മുഖം നോക്കാൻ വേണ്ടിയാവാം കണ്ണാടി പോലെ കാട്ടരുവി പതിയെ പതിയെ ഒഴുകുന്നു. അതിൽ മിഠായികൾ കൊണ്ട് പാത വിരിച്ചതുപോലെ വെള്ളാരം കല്ലുകളും. പുൽച്ചെടി മുതൽ മാനം മുട്ടയുള്ള വൻമരങ്ങൾ വരെ പരസ്പരം കൈകോർത്ത് താങ്ങും തണലുമായി നിൽക്കുന്നത് കണ്ടിട്ടും കണ്ടിട്ടും മതിയാകുന്നില്ല. കാട് എത്ര സുന്ദരമാണ്! ഈ യാത്ര അവസാനിക്കാതിരുന്നെങ്കിൽ. ഇങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ട ഒരു ഖണ്ഡിക തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് വിവരണം വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ആനിയെ വിളിച്ചുണർത്തിയത് ആര്? ആരാണ് ഇവിടെ ആനിയെ വിളിച്ചുണർത്തിയത്? കാറ്റ്. ആകാശം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ള പദം ഏതാണ്? ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഓപ്ഷൻസ് ഉണ്ട്: പാത, അരുവി, വനം, മാനം. അപ്പം അതിൽ മാനം. കണ്ണാടി പോലെ കാട്ടരുവി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? തെളിഞ്ഞ വെള്ളമാണെന്നാണ്, അല്ലേ? അതുതന്നെയാണ് ആദ്യത്തെ ഓപ്ഷൻ. തെളിഞ്ഞ വെള്ളം, രുചിയുള്ള വെള്ളം, കലങ്ങിയ വെള്ളം, ചൂടുവെള്ളം. അടുത്തത്, വനത്തിൽ പാട്ടുകച്ചേരി നടത്തിയത് ആരെല്ലാം? പുൽച്ചെടികളും വൻമരങ്ങളും, കിളികളും വെള്ളച്ചാട്ടവും, സൂര്യനും കാറ്റും, വെള്ളാരം കല്ലുകളും കാട്ടരുവിയും. ഏതാണ് ഉത്തരം? കിളികളും വെള്ളച്ചാട്ടവും, അല്ലേ? സൂര്യൻ മുഖം നോക്കിയത് എന്തിലാണ്? കണ്ണാടിയിൽ, ആകാശത്ത്, വെള്ളച്ചാട്ടത്തിൽ, കാട്ടരുവിയിൽ. എവിടെയാണ്? കാട്ടരുവിയിലല്ലേ? കാട്ടരുവിയാണ് തെളിഞ്ഞു നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ കണ്ണാടി പോലെ കാട്ടരുവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൂര്യൻ മുഖം നോക്കിയത് കാട്ടരുവിയിലാണ്. അടുത്ത പ്രവർത്തനം, രചനാശേഖരം. ആനിയുടെ പഴഞ്ചൊൽ ശേഖരം നോക്കൂ. സമാന ആശയം വരുന്ന 2 പഴഞ്ചൊല്ലുകൾ കൂടി എഴുതി ചേർക്കൂ. അപ്പോൾ പഴഞ്ചൊല്ലുകൾ നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലേ? അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കടങ്കഥ തന്നെ, പഴഞ്ചൊല്ല് തന്നെയാണ് എഴുതേണ്ടത്. കുറേ പഴഞ്ചൊല്ല് അറിയാണ്ടാവും, അല്ലേ? അപ്പോൾ ഇവിടെ എഴുതേണ്ടത്: ഒത്തുപിടിച്ചാൽ മലയും പോരും, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഈ ആശയവുമായി വരുന്ന അതേ ആശയം കിട്ടുന്ന ഒരു പഴഞ്ചൊല്ല് നോക്കാം. ഒത്തുകൂടിയാൽ പഞ്ഞിനൂല്. ഒത്തുകൂടിയാൽ പഞ്ഞിനൂല് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെല്ലാവരും ഒത്തുകൂടിയാൽ എന്തും സാധിക്കും. പഞ്ഞിയെ നൂലാക്കാം. അതേപോലെ തന്നെ എന്ത് കാര്യവും സാധിക്കും. അടുത്തത്, ഐകമത്യം മഹാബലം. അതും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ നല്ല ബലമായിരിക്കും. ഓക്കെ. അടുത്തത്, ആനിയുടെ കടങ്കഥാശേഖരം നോക്കൂ. കടങ്കഥയിൽ ഒളിഞ്ഞിരിക്കുന്നതാര്? അപ്പോൾ നമുക്ക് പഴഞ്ചൊല്ലും കടങ്കഥയും ഒക്കെ വരുന്നുണ്ട്. എല്ലാം പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കടങ്കഥ തന്നിട്ടുണ്ട്. ഒളിഞ്ഞിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. രാത്രി പൂക്കും മുല്ലയ്ക്ക് 12000 പൂക്കൾ. ഇതാരാണ്? നക്ഷത്രങ്ങളാണ്. പഞ്ഞി പോലെ വെളുത്തിട്ട് മഴയ്ക്ക് മുമ്പ് കറുത്തിട്ട്. പഞ്ഞി പോലെ വെളുത്ത ആളാണ്, പക്ഷെ മഴയ്ക്ക് മുമ്പ് കറുത്തിട്ടാണ്. അതാരാണ്? മേഘം. ഇനി പഴങ്ങളുടെ പേര് ഉത്തരമായി വരുന്ന 2 കടങ്കഥകൾ തയ്യാറാക്കൂ. അപ്പൊ നമുക്കിവിടെ എഴുതുന്നത്: അകത്തറുത്താൽ പുറത്തറിയും. അതാരാണ്? ചക്ക, അല്ലേ? അത് നമ്മൾ പഴയ പഴഞ്ചൊല്ല് തന്നെ. ഇനി അടുത്ത പഴങ്ങളുടെ പേര് ഉത്തരമായി വരുന്ന 2 കടങ്കഥകൾ തയ്യാറാക്കൂ. അകത്തറുത്താൽ പുറത്തറിയും, ചക്ക. ഇനി മറ്റൊരു കടങ്കഥ: ഒരു കുരുവുള്ള ഫലമാണ് ഞാൻ, ദേശീയ ഫലമാണ് ഞാൻ,
ഞാൻ ആരാണെന്ന് പറയാമോ? ആരാണത്? ദേശീയഫലം മാങ്ങ. ഇനി നോക്കൂ, പ്രവർത്തനം 3. നിയമാവലി തയ്യാറാക്കാം. ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ മത്സരം. ഇവിടെ ചിത്രം കണ്ടില്ലേ? കാലിൽ ബലൂൺ കെട്ടിയിട്ട് നമ്മുടെ ബലൂൺ പൊട്ടാതെ തന്നെ മറ്റൊരാളുടേത് പൊട്ടിക്കണം. അപ്പോൾ നോക്കൂ, എന്തൊക്കെയാണ് നിയമാവലി? ഒരു സമയം 10 പേർക്ക് മത്സരിക്കാം. എല്ലാവരും ഇടതുകാലിൽ ബലൂൺ കെട്ടണം. അടയാളപ്പെടുത്തിയിരിക്കുന്ന കളത്തിനുള്ളിലാണ് മത്സരം. സ്വന്തം ബലൂൺ പൊട്ടാതെ മറ്റുള്ളവരുടെ ബലൂൺ ചവിട്ടി പൊട്ടിക്കണം. അവസാനം വരെ ബലൂൺ പൊട്ടാതെ സൂക്ഷിക്കുന്ന ആളാണ് വിജയി. ആനിയുടെ സ്കൂളിൽ നടന്ന ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ മത്സരത്തിന്റെ നിയമാവലി വായിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളി ഏതായിരിക്കും? ഇപ്പൊ എല്ലാവർക്കും ഫുട്ബോളൊക്കെ നടന്ന്, ലോകകപ്പൊക്കെ നടന്ന് എല്ലാവരും ഫുട്ബോളിന്റെ ഒരു ആരാധകന്മാരായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഫുട്ബോൾ കളിയെക്കുറിച്ച് നിയമാവലി എഴുതാം. നിയമാവലി. കളിയുടെ പേര് ഫുട്ബോൾ. കളിയുടെ പേരെന്താണ്? ഫുട്ബോൾ. നിയമാവലി. 11 പേർ വീതമുള്ള 2 ടീമുകളാണ് മത്സരിക്കുക. 90 മിനിറ്റാണ് സമയം. ഗോൾ കീപ്പർക്ക് മാത്രമേ ബോൾ കയ്യിൽ പിടിക്കാൻ പാടുള്ളൂ. കൂടുതൽ ഗോൾ അടിക്കുന്ന ടീമാണ് ജയിക്കുക. സമനിലയായാൽ എക്സ്ട്രാ ടൈം കൊടുക്കും. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഫുട്ബോൾ കളിയുടെ നിയമാവലി എഴുതാം. പ്രവർത്തനം 4 എയും ബിയും അങ്ങനെ 2 എണ്ണമുണ്ട്. ഒന്നിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ. പ്രവർത്തനം 4 ഡയറി കുറിപ്പാണ് അല്ലെങ്കിൽ വിവരണം. അപ്പോൾ ആനിയുടെ സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ചിത്രമാണിത്. ആഘോഷ പരിപാടികളിൽ അവളും പങ്കെടുത്തു. അവൾക്ക് വളരെ സന്തോഷമായി. പതിവ് പോലെ അന്നും അവൾ ഡയറി എഴുതാനിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. എന്തൊക്കെയാവും ആനി ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? നിങ്ങൾക്ക് വേണമെങ്കിൽ ആനിയുടെ ഡയറി എഴുതാം. അല്ലാന്നുണ്ടെങ്കിലോ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ചേർത്ത് ഒരു ഡയറി കുറിപ്പ് എഴുതൂ. അല്ലെങ്കിൽ ആനിയുടെ സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ചിത്രം കണ്ടില്ലേ? നിങ്ങളുടെ സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ വിവരണം തയ്യാറാക്കൂ. ഇന്ന് എല്ലാവരും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിന്റെ വിവരണം തയ്യാറാക്കിയാലോ? ഞങ്ങളുടെ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു. രാവിലെ 8:30 തന്നെ എല്ലാ കുട്ടികളും അധ്യാപകരും സ്കൂളിൽ എത്തിച്ചേർന്നിരുന്നു. ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി. ഞങ്ങൾ എല്ലാവരും പതാകയെ സല്യൂട്ട് ചെയ്തു. ദേശീയ ഗാനം ആലപിച്ചു. ദേശഭക്തി ഗാനാലാപനം, പ്രസംഗം, പാട്ടുകൾ തുടങ്ങി കലാപരിപാടികൾ ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് ശേഷം മധുര പലഹാര വിതരണം ഉണ്ടായിരുന്നു. ഒരു ഇന്ത്യക്കാരനായതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഇങ്ങനെയാണ് നമ്മളിവിടെ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ വിവരണം തയ്യാറാക്കിയിട്ടുള്ളത്. പ്രവർത്തനം 5 എയും ബിയും ഉണ്ട്. ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 5 പോസ്റ്റർ അല്ലെങ്കിൽ ആശയപടം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഒന്നുകിൽ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ആശയപടം. നോക്കൂ, എന്തിനെ പറ്റിയിട്ടാണ്? ക്ലാസ്സിലെ പതിവ് പത്രവായനയ്ക്കിടയിൽ ആനി കണ്ട ചിത്രമാണിത്. ഓരോ യുദ്ധവും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് അവൾ ആലോചിച്ചു. ഈ സന്ദേശം ഉൾക്കൊണ്ട് അവൾ ഒരു പോസ്റ്റർ തയ്യാറാക്കി. നിങ്ങളും ഒരു പോസ്റ്റർ തയ്യാറാക്കും. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്താണ് വേണ്ടത്? ഒരു ചിത്രം, ഒരു ഹെഡിങ്, പോസ്റ്ററിനെ കുറിച്ചുള്ള ഒരു വാക്യം. പോസ്റ്റർ വാക്യം എന്നാണ് പറയുക. അപ്പോൾ നമുക്കിവിടെ പോസ്റ്റർ ഉണ്ടാക്കാം. യുദ്ധവിരുദ്ധ പോസ്റ്ററാണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ഹെഡിങ് ആയിട്ട് യുദ്ധം വേണ്ടേ വേണ്ട എന്ന് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒരു ചിത്രം കൊടുക്കാം. അതിൽ തന്നെ നമുക്ക് ഒരു പോസ്റ്റർ വാക്യം വേണം. സമാധാനമാണ് ആവശ്യം എന്നാണ് ആ പോസ്റ്റർ വാക്യം. അതിൽ കണ്ടില്ലേ? അങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് ആശയപടം തയ്യാറാക്കാം. ആശയപടം തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു ചിത്രം നോക്കൂ. വാർത്തയിൽ നമ്മൾ ചിത്രമൊക്കെ കണ്ടു. യുദ്ധം വരുത്തുന്ന നഷ്ടങ്ങൾ ഉൾപ്പെടുത്തി ആശയപടം വികസിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 എണ്ണം തന്നിട്ടുണ്ട്. യുദ്ധം നടുവിൽ തന്നിട്ടുണ്ട്. കൃഷി നശിക്കും, ആളുകൾ മരിക്കും. 2 എണ്ണം തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ചെണ്ണം കൂടി എഴുതി ചേർക്കാം. വീടുകളും സ്വത്തുക്കളും നശിക്കും. പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും നശിക്കും.
സ്കൂളുകൾ നശിക്കും, അംഗവൈകല്യമുള്ളവർ കൂടും. ഇങ്ങനെ എല്ലാം കൊണ്ടും യുദ്ധം നാശം മാത്രമേ തരുന്നുള്ളൂ, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മലയാളം ചോദ്യപേപ്പർ. ഇത് 2025-26 ചോദ്യപേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും വീഡിയോസും ഈ ചാനലിൽ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.